Next theorem, Jordan decomposition theorem. Jordan decomposition theorem. Well, the theorem says that let a nu be a signed measure on x. Yes. Then there exists a measure nu plus and nu minus on same space xs such that nu equal to nu plus minus nu minus and nu plus and nu minus are mutually singular. The measures nu plus and nu minus are uniquely defined by nu, and v equal to v plus minus v minus is said to be the Jordan. This is said to be the Jordan decomposition of the signed measure nu. അപ്പോൾ തരുന്ന സൈൻഡ് മെഷറിനെ ന്യൂവിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെ? ന്യൂവിനെയും വി പ്ലസ് മൈനസ് വി മൈനസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കണം. അവ വി പ്ലസും വി മൈനസും മ്യൂച്വലി സിംഗുലാർ ആയിരിക്കണം. അത് യുണീക്ക്ലി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യും, യുണീക്കാണെന്നും കൂടി പ്രൂവ് ചെയ്യണം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന, ഡിക്കോമ്പോസ് ചെയ്യുന്ന അതിൻ്റെ ഒറിജിനേറ്ററാണ് ജോർദാൻ. ദാറ്റ് ഈസ് ജോർദാൻ ഡീകോമ്പോസിഷൻ തിയറം. ഇത് ഇത്തിരി ലെങ്ത് തിയറമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻ ഡീകോമ്പോസിഷൻ തിയറം നമ്മുടെ കയ്യിൽ നിൽപ്പുണ്ട്. ഹാൻ പറഞ്ഞത് നമുക്ക് എയും ബിയും എക്സിൻ്റെ ഡീകോമ്പോസിഷൻ ആണെങ്കിൽ എക്സിനെ നമുക്ക് എ യൂണിയൻ ബി എന്ന് എഴുതാമെന്നും ദെയർ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന നൾ സെറ്റ് ആണെന്നും എ പോസിറ്റീവ് സെറ്റും ബി നെഗറ്റീവ് സെറ്റുമാണെന്ന് പറയും. ഓക്കെ, അത് യുണീക്കാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഈ വി പ്ലസും വി മൈനസും നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമ്മുടെ ആൻസറിലേക്കുള്ള വി പ്ലസിനെയും വി മൈനസിനെയും വി പ്ലസ് അല്ലെങ്കിൽ ന്യൂ പ്ലസ് ഇ എന്ന് പറയുന്നത് ന്യൂ പ്ലസ് ഇ ഈക്വൾ ടു ന്യൂ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എ and nu minus e, we assume minus nu e intersection a for e element s. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് വിയെ നമുക്ക് വി മൈനസ് വി ടു എന്ന് എഴുതാൻ സാധിക്കണം. ഏതാ? വി പ്ലസ് മൈനസ് വി മൈനസ് എന്ന് എഴുതാൻ സാധിക്കണം. അതിനുവേണ്ടി ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്ത ഈ വി പ്ലസ് ഈ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത സാധനം വി പ്ലസ് ആൻഡ് ഫസ്റ്റ് വി പ്രൂവ് വി പ്ലസ് ആൻഡ് വി മൈനസ് ആർ മെഷർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ മെഷർ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നോൺ നെഗറ്റീവ് ആയിരിക്കണം, നൾ സെറ്റിൻ്റെ വാല്യൂ 0 ആണെന്ന് തെളിയിക്കണം, അത് അഡിറ്റീവ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ അതിനുവേണ്ടി ന്യൂ പ്ലസ് ഇയുടെ വാല്യൂ nu plus e is by here we define nu e intersection a. Okay, nu is a signed measure, therefore the value of e intersection a, any set is positive. That is definition of nu. And this is because E intersection A is a subset of A. Okay, A is a positive set, therefore it is positive. That is nu plus E is positive for every E element S. First criteria കഴിഞ്ഞു. Then nu plus null set കാണുന്നു. By definition it can be written as nu phi intersection A. This is again nu null set
by definition of signed measure it is 0, therefore v plus phi equal to 0. Then we want to prove the third criteria, additive property. For that we assume a sequence ei of disjoint sets in S, then v plus union ei, nu plus union ei or en, where variation n equal to 1 to infinity. By definition, it can be written as nu union en intersection a, the definition of nu plus. And again this can be written as union of en intersection a, en intersection a. Okay. Then the nu of that is, nu is a signed measure and union of any sequence is written as summation nu en intersection a, that is set a, and this is equal to nu plus en, that is our left hand side is our left is nu plus union of en, that is equal to summation nu plus en, therefore nu plus satisfy all three criteria, therefore nu plus is a measure. In similar manner we can prove, similarly we can prove v minus nu minus is a measure. Okay. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വാല്യൂസ് നോക്കിയോ. നമ്മൾ ഈ ന്യൂ മൈനസ് എയുടെ വാല്യൂ കാണാൻ പോവുകയാണ്. ന്യൂ മൈനസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് ബൈ ഡെഫിനിഷൻ ന്യൂ എ ഇൻ്റർസെക്ഷൻ ബി, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൈനസ് ന്യൂ എയും ബിയും ഡീകോമ്പോസിഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഹാൻഡ് ഡീകോമ്പോസിഷൻ ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വാല്യൂ 0 എന്ന് കിട്ടി. ഇതേപോലെ ന്യൂ പ്ലസ് കോംപ്ലിമെൻ്റ് ഓഫ് എ, ദാറ്റ് ഈസ് ന്യൂ കോംപ്ലിമെൻ്റ് ഓഫ് എ ഇൻ്റർസെക്ഷൻ എ. ഓക്കെ, complement A intersection A, that is not set, which is again a 0, that is V minus A equal to 0, V plus nu plus complement A equal to 0. Therefore nu plus is mutually singular. അതും പ്രൂവ് ചെയ്യും. നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് ന്യൂ ഈക്വൾ ടു ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ് എന്ന് ഇനി പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിന് വേണ്ടി ഈ എലമെൻ്റ് എസ് now we select new e. New e can be written as new e intersection A union E intersection B എന്ന ഫോർമാറ്റിലേക്ക് എഴുതാൻ സാധിക്കും. എ നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ഈ ഇൻ്റർസെക്ഷൻ ബി ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ ന്യൂ എന്ന് വെച്ചാൽ സൈൻഡ് മെഷറാണ്. സൈൻഡ് മെഷറായതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്ലസ് ചെയ്യാൻ സാധിക്കും. അഡിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇത് ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ പ്ലസ് ഇ ആണ്.
സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ന്യൂ മൈനസ് ഇ ആണ്. ഇപ്പോൾ ന്യൂ ഇ ഈക്വൾ ടു ന്യൂ പ്ലസ് ഇ മൈനസ് ന്യൂ മൈനസ് ഇ ഫോർ എവരി ഇ എലമെൻ്റ് എസ്. therefore ന്യൂ ഈക്വൾ ടു ന്യൂ പ്ലസ് മൈനസ് ന്യൂ മൈനസ്. അപ്പോൾ അത് നമ്മളവിടെ പ്രൂവ് ചെയ്യും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ യുണീക്ക്ലി ഡിഫൈൻഡ് എന്ന് പറയുന്നുണ്ട്. യുണീക്ക്ലി ഡിഫൈൻ ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ബി എ നമുക്ക് നേരത്തെ അറിയാം, കോംപ്ലിമെൻ്റ് ഓഫ് എ ആണോ നമുക്ക് നേരത്തെ അറിയാം. നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹാൻഡ് ഡീകോമ്പോസിഷൻ തിയറത്തിൽ അത് കണ്ടിട്ടുണ്ട്. പിന്നെ എ യൂണിയൻ ബി ഈക്വൾ ടു എക്സ് ആണെന്നും ദെയർ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണെന്നും ഹാൻഡ് തിയറം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ന്യൂ ഓഫ് എയുടെ വാല്യൂ, ആ വാല്യൂ എന്ന് പറയുന്നതും ന്യൂ ഓഫ് ബി ഇയും 0 ആണെന്ന് നേരത്തെ നമ്മൾ കണ്ടിരുന്നു, തൊട്ട് മുമ്പേ കണ്ടിരുന്നു. അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ ഉപയോഗിച്ച് പറയാൻ പറ്റും. എഗെയിൻ ലെറ്റ് ഡി സബ്സെറ്റ് എ, then ന്യൂ ഓഫ് ഡി ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഓഫ് എ by the definition of signed measure. Then ന്യൂ of a is equal to 0. ന്യൂ of a equal to 0. Therefore ന്യൂ of d equal to 0. ന്യൂ of d equal to 0 എന്ന് കിട്ടി. യുണീക്ക്നെസ്സിന് വേണ്ടി പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ന്യൂ ഓഫ് ഡി കാണുന്നു. വീണ്ടും ന്യൂ ഓഫ് ഡി എങ്ങനെ എഴുതാം? ന്യൂ ഓഫ് ഡിയെ നമ്മൾ വേറൊരു ഫോമിലേക്ക് എഴുതാൻ പോവുകയാണ്. ഏതാ? നേരത്തെ പറഞ്ഞ പോലെ ന്യൂ 1ഉം ന്യൂ 2വിലേക്ക് എഴുതാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ന്യൂ പ്ലസ് ന്യൂ മൈനസ് രണ്ട് ഡിക്കമ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ വേറെ ഒരെണ്ണമാണ് നമ്മൾ വി എ നമ്മൾ എങ്ങനെ എഴുതിയേ? V1 മൈനസ് V2 എന്ന് എഴുതിയിട്ട് അതിൻ്റെ യുണീക്ക്നെസ്സിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ വി ഓഫ് ഡി എന്ന് പറയുന്നത് V1D മൈനസ് V2D. V1 അല്ല, ന്യൂ ആണ്. ഞാൻ പറയാൻ എളുപ്പത്തിന് വേണ്ടി വി എന്ന് ഉപയോഗിക്കുന്നേ ഉള്ളൂ. ന്യൂ 1D മൈനസ് ന്യൂ 2D. അത് ഈ വാല്യൂ എപ്പോഴും, ഈ സെറ്റിൻ്റെ ഈ ഡിഫറൻസ് വാല്യൂ എപ്പോഴും ഏതാണ്? ഈസ് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ന്യൂ 1 ഓഫ് ഡി എന്ന് എഴുതാം. കാരണം ന്യൂ ഓഫ് ഡി നേരത്തെ നമ്മൾ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് 0 ആയി. ദെൻ ന്യൂ 1D എന്ന് ലഭിക്കും. ദിസ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ന്യൂ ഓഫ് ഡി ഈസ് പോസിറ്റീവ് എന്ന് കിട്ടി. ആൻഡ് വാട്ട് ഈസ് ഡി? ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആൻഡ് ന്യൂ ഓഫ് ഡി ഈസ് പോസിറ്റീവ്. ദെൻ ബൈ ഡെഫിനിഷൻ ഓഫ് പോസിറ്റീവ് സെറ്റ്, എ ഈസ് പോസിറ്റീവ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി signed measure ന്യൂ. Now we assume F subset B. Okay. Then what is ന്യൂ 1F? ന്യൂ 1F is clearly ന്യൂ 1B, and ന്യൂ 1B is equal to 0. Therefore ന്യൂ 1F equal to 0. Therefore ന്യൂ ഓഫ് F equal to ന്യൂ 1F minus ന്യൂ 2 of F
and nu 1 f is 0, thus this is equal to minus nu 2 f. Okay, minus nu 2 f is less than or equal to 0. Therefore B is a negative set. പോസിറ്റീവ് എയും ബിയും എ പോസിറ്റീവ് ആണെന്നും ബി നെഗറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്തു. എ പോസിറ്റീവ് ആണെന്നും ബി നെഗറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ യുണീക്ക്നെസ് ആണ് പറയാൻ പോകുന്നത്. യുണീക്ക്നെസ് പറയുന്നതിന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റ് തെളിയിക്കാൻ പോകുന്നത്, ന്യൂ ഈ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു ഈ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു ന്യൂ ഈ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. ഇവിടെ എ ഡാഷ് എന്ന് പറയുന്നത് എയുടെ കോംപ്ലിമെൻ്റ് അല്ല, അനദർ സെറ്റ്. അവിടെ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് എയും ബിയും ഒരു ഡീകോമ്പോസിഷൻ, എ ഡാഷും ബി ഡാഷും അനദർ ഡീകോമ്പോസിഷൻ. എന്നിട്ട് അതിൻ്റെ യുണീക്ക്നെസ് പറയുന്നതിന് വേണ്ടി ന്യൂ ഈ ഇൻ്റർസെക്ഷൻ എയും ന്യൂ ഈ ഇൻ്റർസെക്ഷൻ എ ഡാഷും എയും എ ഡാഷും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യും. അങ്ങനെ സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ അവർ ന്യൂ ഈസ് യുണീക്ക്, ഓർ ന്യൂ പ്ലസ് ഈസ് യുണീക്ക്. ന്യൂ പ്ലസ് ഈസ് യുണീക്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ചില അറേഞ്ച്മെൻ്റാണ്. എയും ബിയും ഡെവലപ്പ് ചെയ്തു. എ പോസിറ്റീവ് ആണെന്നും ബി നെഗറ്റീവ് ആണെന്നും പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി ന്യൂ ഓഫ് ഇ എ നമ്മൾക്ക് എഴുതാൻ സാധിക്കും. ന്യൂ വൺ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ പ്ലസ് ന്യൂ വൺ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാൻ സാധിക്കും. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇ എ നമുക്ക് എങ്ങനെ എഴുതാം. ഈ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ഈ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് അഡിറ്റീവ് പ്രോപ്പർട്ടി ഇത് മെഷർ ആയതുകൊണ്ട് അഡിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ എഴുതാൻ സാധിക്കും. അതിൽ ന്യൂ വൺ ഈ ഇൻ്റർസെക്ഷൻ ബി എ വേണമെങ്കിൽ നമുക്ക് 0 തിരിച്ചും മറിച്ച് എഴുതാം. അതിൻ്റെ റീസൺ പറയാം നമുക്ക്. കാരണം ഈ ഇൻ്റർസെക്ഷൻ ബി ഈസ് സബ്സെറ്റ് ഓഫ് ബി, the new one ഈ ഇൻ്റർസെക്ഷൻ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ വൺ ബി. ദിസ് ഈസ് ഈക്വൽ ടു 0. therefore measure is every time is positive and which is less than or equal to 0. therefore new one ഈ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇതേപോലെ ന്യൂ ടു ഓഫ് ഇ കാണും ഇതേ രീതിയിൽ. അപ്പോൾ ന്യൂ ടു ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ പ്ലസ് ന്യൂ ടു ഓഫ് ഈ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി. നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്ക് ഇവിടെ ഈ വാല്യൂ 0 ആണെന്ന് തെളിയിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ മൈനസ് ന്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഏതുപോലെ നേരത്തെ നമ്മളവിടെ ഡിഫൈൻ ചെയ്തില്ലേ, ന്യൂ പ്ലസും ന്യൂ മൈനസും ഡിഫൈൻ ചെയ്തില്ലേ, അതേപോലെയാണ് ഇവിടെ ഇത് V1ഉം ഇത് V2 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ന്യൂ പ്ലസും ന്യൂ മൈനസും പറഞ്ഞില്ലേ, ഇത് ന്യൂ പ്ലസ് V1ഉം ന്യൂ മൈനസ് V1. നമ്മുടെ യുണീക്ക്നെസ് പറയാൻ പോവുകയാണ്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഒറ്റ രീതിയിലേ പറ്റൂ എന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ വേറെ രീതിയിലേക്ക് നമ്മൾ V1ഉം V2യിലേക്ക് കൊണ്ടുവന്നിട്ട് അതല്ല അവ ഈക്വലാണ് എന്ന് പറയാൻ പോവുകയാണ്.
അപ്പോൾ നമുക്കിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പോൾ V1 ആൻഡ് V2, nu1 ആൻഡ് nu2 ഓഫ് V ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഹാൻഡ് ഡീകോമ്പോസിഷൻ. ഹാൻഡ് ഡീകോമ്പോസിഷൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ ചെയ്യുന്നു, എയും ബിയും എടുത്തു, എ ഡാഷും ബി ഡാഷും. ഇത് ഒരു ഡീകോമ്പോസിഷൻ എക്സിൻ്റെ, ഇത് അനദർ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് അനദർ ഹാൻഡ് ഡീകോമ്പോസിഷൻ എന്ന് എഴുതി. അപ്പോൾ അതിൽ ന്യൂ ഓഫ് എ യൂണിയൻ എ ഡാഷ്, എ യൂണിയൻ എ ഡാഷിനെ നമുക്ക് എഴുതാൻ സാധിക്കും എ ഡിഫറൻസ് എ ഡാഷ്. എ ഡാഷ് വെച്ച കോംപ്ലിമെൻ്റ് അല്ല, യൂണിയൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് സെറ്റ് തിയറി ഉപയോഗിച്ച് എഴുതാൻ സാധിക്കും. ഇതിൽ ന്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂ എന്ന് പറയുന്ന അഡിറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എ സിമെട്രിക്കൽ ഡിഫറൻസ് എ ഡാഷ് പ്ലസ് ന്യൂ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എഴുതാൻ സാധിക്കും. ഇതിൽ ന്യൂ എ സിമെട്രിക്കൽ ഡിഫറൻസ് എ ഡാഷ് എന്ന് പറയുന്നത് 0 ആണ് ബൈ സെറ്റ് തിയറി. Therefore, this is equal to nu of A union A dash is equal to nu of A union A dash is equal to nu of A intersection A dash. Okay. Then ലാസ്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കുന്നത്, നമുക്ക് വേണ്ടുന്നത് ന്യൂ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു ന്യൂ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. ഇവ രണ്ടും സെയിം ആണെന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി അവസാനത്തെ സ്റ്റെപ്പ് നോക്കൂ. ന്യൂ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് കാണുന്നു. ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സാധനം എന്ന് പറയുന്നത്, ഈ അകത്ത് നിൽക്കുന്ന ഈ ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ ആണ്. അപ്പോൾ സൈൻഡ് മെഷർ കാണുമ്പോൾ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻഡ് മെഷർ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ and which is clearly less than or equal. E intersection A is a subset of E intersection A union A dash. നമ്മൾ വെൻ ഡയഗ്രം വരച്ച് നോക്കിയാൽ അത് ക്ലിയർ ആണ്. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ന്യൂ ഇ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എ ഡാഷ്. ഓക്കെ, ഇൻ സിമിലർ മാനർ ന്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ നേരത്തെ എഴുതിയ അത് തന്നെ വീണ്ടും വേറൊരു ഫോമിലേക്ക് മാറ്റാം. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ ഡാഷ് ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എ ഡാഷ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നമ്മൾ റൈറ്റിൽ എഴുതിയ രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് അതിൻ്റെ മിഡിൽ എഴുതിയ രണ്ടും ഈക്വൽ ആകും. ദറ്റ് ഈസ് ന്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു ന്യൂ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എ ഡാഷ്, which implies new plus e is unique with respect to new. Similarly, new minus e is unique with respect to new. Hence the result. Okay.